ഞാൻ ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ ഇത് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഹാർട്ട് ബേൺ, നെഞ്ചിരിച്ചിൽ എന്നൊക്കെ വിളിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ പറയാറില്ലേ കുളിച്ചു തേറ്റി വരിക എന്നൊക്കെ. സോ ഇന്ന് ഒരുപാട് ആൾക്കാർ നേരിടുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യമുണ്ട്. അതിന്റെ ലക്ഷണങ്ങളെക്കാട്ടും ഏറ്റവും പ്രധാനം എന്ത് കാരണത്താലാണ് ഇത് ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റും ചെയ്യേണ്ടത്. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ആദ്യം പ്രിവെന്റീവ് ആയിട്ട് കുറച്ച് മെഷേഴ്സ് ഒക്കെ എടുക്കണം. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനെ തടയാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഇതെന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് റിഫ്ലെക്സ്, റീഗർഗിറ്റേഷൻ എന്നൊക്കെ പറയും. ഈ ഒരു റീഗർഗിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ തിരിച്ച് ആമാശയത്തിലേക്ക് നമ്മൾ ആഹാരം പോവില്ലേ, അന്നനാളത്തിൽ നിന്നിട്ട് ആമാശയത്തിലേക്ക്, ഈസോഫാഗസിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് ആഹാരം നോർമലായിട്ട് പോകും അല്ലെ. നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ ചവച്ചിട്ട് ബാക്കി ഡൈജഷന് വേണ്ടിയിട്ട് സ്റ്റൊമക്കിലേക്ക് പോകും. സോ അവിടെ ഇതുപോലെ തന്നെ ലോവർ ഈസോഫാഗസ് സ്ഫിങ്ക്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. കാര്യം നമ്മൾ കഴിക്കുന്ന ആഹാരം തിരിച്ച് അന്നനാളത്തിലേക്ക് വരാതിരിക്കാനായിട്ട് അവിടെ ചെറിയൊരു സ്ഫിങ്ക്റ്റർ വാൽവ് പോലെ ഒരു സംഭവമുണ്ട്. അതാണ് അവിടെ. അപ്പോൾ അത് അടയുകയും ഈ ഒരു ഫുഡ് എന്ത് ചെയ്യില്ല, തിരിച്ചു വരില്ല. പക്ഷേ ചില കണ്ടീഷനിൽ ഈ ഒരു സ്ഫിങ്ക്റ്ററിന് എന്തെങ്കിലും എന്താ പറയുക, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷൻ നടക്കാതെ വരിക, അത് ലൂസൺ ആവുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ സ്ഫിങ്ക്റ്റർ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാതെ വരികയും നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ ഡൈജഷന് ആവശ്യമായിട്ടുള്ള രസങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റോടൊപ്പം തന്നെ പകുതി ദഹിച്ച ആഹാരം തിരിച്ചു വരും. അപ്പോൾ അമ്ലരസത്തോടു കൂടി വരുന്നത് കൊണ്ടാണ്. കാര്യം സ്റ്റൊമക്കിൽ ആ ഒരു ഡൈജഷൻ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, വായിലൊരു പുളിപ്പും ആ ഒരു എരിച്ചിലും ഒക്കെ ഉണ്ടാവുന്നത്. നമ്മൾ മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നം മാറും. പക്ഷേ വീണ്ടും നമ്മൾ മരുന്ന് നിർത്തുമ്പോഴത്തേക്കും വീണ്ടും ആ ഒരു നെഞ്ചിരിച്ചിലിൻ്റെ ആ ഒരു സിംറ്റംസും ലക്ഷണങ്ങളും ഒക്കെ കണ്ടുവരും. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ്, ടെൻഷനൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു പ്രശ്നം നമുക്ക് വരും. വല്ലാണ്ട് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്യും. അയ്യോ എനിക്ക് ഈ പ്രശ്നം വരുമോ എന്ന് ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ആ ഒരു ടെൻഷൻ കാരണം നമുക്ക് ആ ഒരു പ്രശ്നം വരും. ഓൾറെഡി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അങ്ങ് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം വരില്ല. പക്ഷെ നമുക്ക് ആ ഒരു പ്രശ്നം വരും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അത് മാറാണ്ട് നമ്മൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നെഞ്ചരിച്ചിലാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. നെഞ്ചരിച്ചിൽ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഭാഗത്ത് പുകച്ചിലും ഏമ്പക്കം പോലെ വരിക, ഓക്കാനം. അതുപോലെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നെഞ്ചിൻ്റെ അകത്ത് എന്തൊരു ഹെവിനെസ് പോലെ ഫീൽ ചെയ്യുക. ചിലരിൽ ആ ഒരു പുളി രസത്തോടു കൂടിയായിരിക്കും ആ ഒരു ടേസ്റ്റ് വായിക്കാത്ത വരുന്നത്. മറ്റൊന്ന് നെഞ്ചരിച്ചിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്യാസിൻ്റെ ആ ഒരു പ്രശ്നവും കൂടെ ചേർന്നിട്ടായിരിക്കും. നെഞ്ചരിച്ചിലും ഗ്യാസും ഏമ്പക്കവും ഒക്കെ കൂടെ ചേർന്നിട്ട് നമുക്ക് അങ്ങ് വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരും. ഇതാണ് സാധാരണയായിട്ട് കണ്ടുവരുന്ന ലക്ഷണം എന്ന് പറയുന്നത്. എന്തൊക്കെ ആഹാരങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ആദ്യം നമുക്ക് പറയേണ്ടത്. കാര്യം ആഹാരം നിങ്ങൾ ഒരു പരിധിവരെ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറിക്കിട്ടും. എന്തൊക്കെ ആഹാരങ്ങളാണെന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സംഭവം സ്പൈസി ഫുഡ് തന്നെയാണ്. സ്പൈസി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുമ്പോൾ അതിലെ മസാല ആസിഡ് റിഫ്ലെക്സ് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. സോ അത് നിങ്ങൾക്ക് ആ ഒരു ഡൈജഷനും അതുപോലെ തന്നെ ഈ ഒരു നെഞ്ചിരിച്ചിലിൻ്റെ പ്രശ്നവും നല്ല രീതിയിൽ കൂട്ടും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നവരെയാണ് ഇത് വല്ലാണ്ട് വിട്ടുമാറാതെ അഫക്റ്റ് ചെയ്യുന്നത്. സോ ഇടയ്ക്കൊക്കെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്ഥിരമാക്കരുത് ഇത്തരം സ്പൈസി ആയിട്ടുള്ള ഫുഡ്. അത്തരം സ്പൈസിനെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നാരങ്ങ, അതുപോലെ തന്നെ ഓറഞ്ച്, ഇവയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരിൽ ഇതുപോലെ ചെറിയൊരു പ്രശ്നം കണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു നാരങ്ങ വെള്ളം സ്ഥിരമായിട്ട് കുടിക്കുക, എല്ലാത്തിലും നാരങ്ങ, അത് ചിലർക്ക് ആ ഒരു വയറിന് പ്രശ്നം ഉണ്ടാക്കും. സോ അത്തരക്കാരെ അത് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചോക്ലേറ്റ്, അതുപോലെ തന്നെ കോഫി, കഫീൻ ആയിട്ടുള്ള സംഭവങ്ങളും ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. സോ അതും ശ്രദ്ധിക്കുക, സ്ഥിരമാക്കരുത്. ടൊമാറ്റോ കഴിക്കും, ടൊമാറ്റോയിലും ഇതുപോലെ ചെറിയ ആ ഒരു എന്താ പറയുക ആസിഡ് റിഫ്ലെക്സ് കൂട്ടുന്ന സംഭവം കാണാറുണ്ട്. ടൊമാറ്റോ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഉള്ളി, വെളുത്തുള്ളി. ഇവ ചിലർക്ക് നമുക്കറിയാം ഈ രാവിലെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ഡയറ്റ് ഒക്കെ നോക്കുന്നത് വെയിറ്റ് ലോസിനൊക്കെ ചെയ്യുന്നവരൊക്കെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ രാവിലെ വെറും വയറ്റിൽ നാരങ്ങയൊക്കെ ചേർത്തിട്ട് കഴിക്കും. പക്ഷേ ഇത്തരം നെഞ്ചരിച്ചിലെ പ്രശ്നമുള്ളവർ ഒരിക്കലും വെറും വയറ്റിൽ ഇങ്ങനെ കഴിക്കരുത്, അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ വെളുത്തുള്ളി, ഉള്ളി, അതുപോലെ തന്നെ ഇത്തരം സാധനങ്ങൾക്കും ഈ ഒരു ആസിഡ് റിഫ്ലെക്സ് കൂട്ടാൻ എന്താ പറയുക കൂട്ടുന്ന സംഭവങ്ങളാണ്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊന്നെന്ന് പറയുന്നത് വെയിറ്റ് ലോസിന് ഡയറ്റ് ഒക്കെ നോക്കുന്നവർ ആഹാരം പ്രോപ്പറായിട്ട് കഴിക്കാതെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സമയത്തിന് പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കാതെ വരുമ്പോഴും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. കാരണം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി ഫുഡ് അങ്ങ് അവോയ്ഡ് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്.
ഫുഡ് നിങ്ങൾ കഴിക്കുക. ഫുഡ് കഴിച്ചുകൊണ്ടുള്ള വെയിറ്റ് ലോസ് ആയിട്ടുള്ള ഡയറ്റ് ആണ് നോക്കേണ്ടത്. കലോറി കുറഞ്ഞ ആഹാര രീതിയൊക്കെ നിങ്ങൾക്ക് നോക്കാം. അത്തരം ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ ഫാസ്റ്റിംഗ്, ഈ നെഞ്ചിരിച്ചിലും ഗ്യാസിന്റെ പ്രശ്നമുള്ളവരൊക്കെ ഫാസ്റ്റിംഗ് എടുക്കുന്നത് കഴിവതും ഒഴിവാക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അതങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഡയറ്റ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വണ് ഉരുളക്കിഴങ്ങ്, സോയാബീന്, ഗ്രീൻ പീസ്, ഇവയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയാണ്. ശ്രദ്ധിക്കുക, ഇതിലും ചെറിയ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കഴിക്കുന്നവരും അതുപോലെ തന്നെ സോയാബീനിൽ തീർച്ചയായിട്ടും ഉണ്ട്, അതുപോലെ ഗ്രീൻ പീസ് അതൊക്കെ കഴിക്കുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മിൽക്ക് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ചീസ്, ബട്ടർ, ഇവയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രോട്ടീൻ റിച്ച് ആണ്, നമുക്കറിയാം. വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ റിച്ച് ആണെന്ന് പറയാം. പക്ഷെ പാലൊക്കെ രാവിലെ ആഹാരത്തിൻ്റെ ഒപ്പം ചായയും കാപ്പിയും പാലും ഒക്കെ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നമുള്ളവർ കഴിവതും രാവിലെ കുടിക്കാതിരിക്കുക. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മിൽക്ക് പ്രോഡക്ട്സ്. പക്ഷേ നിങ്ങൾക്ക് മോര് കുടിക്കാം, തൈരല്ല, മോരായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മോരും അതുപോലെ യോഗട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാര്യം പ്രോബയോട്ടിക് ആയിട്ടുള്ള സംഭവമാണ്, വയറിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയാസ് സപ്ലൈ ചെയ്യുന്നതാണ്. സോ അത് നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത്തരം പ്രശ്നമുള്ളവരെ ഏതു രീതിയിലാണ് ഫുഡ് കഴിക്കേണ്ടതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ ഒരു ചെറിയ ഗ്ലാസ്സിൽ വാം വാട്ടർ കുടിക്കാനായിട്ട്, ഇളം ചൂടുവെള്ളം നിങ്ങൾ കുടിക്കാം. നിങ്ങൾക്ക് അത് അങ്ങനെ കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് രാവിലെ പല്ലൊക്കെ തേച്ചിട്ട് എല്ലാം റെഡി ആയിട്ട് ഭക്ഷണം നിങ്ങൾ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ എണീറ്റ ഉടനെ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. രാവിലെ ഇത്തരം ഗ്യാസും അതുപോലെ നെഞ്ചരിച്ചിൽ ഉണ്ടാക്കുന്ന ഫുഡ് നിങ്ങൾ കഴിവതും ഒഴിവാക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഇത്തരം പ്രശ്നമുള്ളവർക്ക് ഒരു മരുന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്സ് എന്ന് പറയുന്നത് ഇത്തരം രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. തണുപ്പായിക്കോട്ടെ, ചെറിയ ചൂടായാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം 1 മണിക്കൂറിൻ്റെ ആ ഒരു ഗ്യാപ്പ് 1 മണിക്കൂറിൽ കൂടരുത്, അതിനുള്ളിൽ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഫുഡ് രാവിലെ കഴിവതും കഴിക്കാതിരിക്കുക. മിൽക്ക് പ്രോഡക്ട്സും രാവിലെ കഴിക്കാതിരിക്കുക. ഇതാണ് നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത്. സോ ഇനി അത് കഴിഞ്ഞിട്ട് 11 മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം. സാലഡ്സ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ 12നും 1 മണിക്കും ഇടയിൽ നിങ്ങളുടെ ലഞ്ച് കഴിച്ചിരിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ഒരു 3-4 മണിയാകുമ്പോഴത്തേക്കും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുക. രാത്രിയത്തെ ഫുഡ് നിങ്ങൾ 7-7:30 ആകുമ്പോൾ തന്നെ മാക്സിമം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ എങ്കിലും നമ്മുടെ ആ ഒരു വയറ് ആ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് റെഡിയാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. കാര്യം നമ്മൾ വയറ് നിറയെ രാത്രി കഴിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് രാത്രി ഉണ്ടാകും, ഉറങ്ങാൻ പറ്റില്ല. സോ കഴിവതും ഒരു 7 മണിയാകുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ്, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ല രീതിയിൽ കഴിക്കേണ്ടത്, ഉച്ചയ്ക്കും കുഴപ്പമില്ല. പക്ഷെ രാത്രി കഴിവതും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 7-7:30 ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഇത്തരം പ്രശ്നമുള്ളവർ മാത്രമല്ല എല്ലാവർക്കും ഈ ഒരു ഡയറ്റ് ഡയറ്റ് ടൈമിങ് ഫോളോ ചെയ്യാവുന്നതാണ്. ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ കുറച്ച് ആഹാരങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻ ഒന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. സോ 7:30ക്ക് മുന്നേ രാത്രിയത്തെ ഫുഡ് കഴിച്ചിട്ട് കിടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം പ്രശ്നമുള്ളവർക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ആഹാര രീതി എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. കാര്യം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബ്രൗൺ റൈസ്, തവിടുള്ള അരിയാണ് കുറച്ചും കൂടെ നല്ലതെന്ന് പറയുന്നത്. ഒരു നേരം നിങ്ങൾക്ക് ആ ഒരു അരി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ തേങ്ങ അരച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കുറച്ചും കൂടെ വയറിന് നല്ല ബെനിഫിറ്റ് കിട്ടുന്നവയായിരിക്കും. ബനാന, അവക്കാഡോ, ബെറീസ് നല്ല ഓപ്ഷൻസ് ആണ്. ഫൈബർ റിച്ച് ആണ്, അതുപോലെ ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യവും സിങ്കും അതുപോലെ മെഗ്നീഷ്യം ഒക്കെ റിച്ച് ആണ്. നട്ട്സ്, ബദാം, പിസ്ത അങ്ങനെയുള്ള ഐറ്റംസ്, വാൾനട്ട് ഒക്കെ നിങ്ങൾക്ക് എല്ലാ ദിവസവും അവൈലബിൾ ആയിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം വെച്ചിട്ട് അത് കഴിക്കാവുന്നതാണ്. വെജിറ്റബിൾസിൽ നിങ്ങൾക്ക് സാലഡ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് ഒനിയൻ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒനിയൻ ചിലപ്പോൾ ഇതുപോലെ ഉള്ളി കഴിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കുക്കുംബർ, ക്യാരറ്റ് ഇവ രണ്ടും കൂടെ സാലഡ് ആയിട്ട് ഒരല്പം കുരുമുളകും ഇട്ടിട്ട് നിങ്ങൾക്ക് അത് കഴിക്കാവുന്നതാണ്. കറുവപ്പട്ട, തീർച്ചയായിട്ടും കറുവപ്പട്ട അധികം ആൾക്കാർക്കും അറിയില്ല. അതിന് ഇതുപോലെ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ. വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണ രീതി നമ്മൾ നേരത്തെ പറഞ്ഞു, മോര്, തൈരല്ല മോര്, അതുപോലെ തന്നെ യോഗട്ട്,
ഇവയൊക്കെ നിങ്ങൾക്ക് സേവിക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് ഇത്തരക്കാർക്ക് നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, അതൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ പ്രശ്നം തീർച്ചയായിട്ടും മാറിക്കിട്ടും. നിങ്ങൾ ഒഴിവാക്കേണ്ട ആഹാരങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ കഴിക്കേണ്ട ഒരു ടൈമിങ് പ്രോപ്പർ ആയിരിക്കണം, കറക്റ്റ് സമയത്തിന് കഴിക്കണം. ഒന്ന് സമയം തെറ്റുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വരും, ആകെ ഒരു വെപ്രാളമൊക്കെ ആയിരിക്കും. മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഫുഡൊക്കെ ഉണ്ട്, ഞാനും നിങ്ങളൊക്കെ കഴിക്കുന്നത് തന്നെയാണ്, പക്ഷെ ഒന്നും സ്ഥിരമാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്